ഹേയ് സിനിമ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ വാർത്തകളുണ്ട്. നമ്മുടെ ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ DC എന്ന സിനിമയെ പറ്റിയാണ്. സിനിമയുടെ ഒരു ടൈറ്റിൽ ടീസർ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലോകേഷ് കനകരാജാണ് നായകൻ, കൂടാതെ വാമികയുണ്ട്, പിന്നെ അരുണാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോണത്, പിന്നെ നമ്മുടെ അനിരുദ്ധാണ് മ്യൂസിക്കൽ ചെയ്യണത്. സിനിമ ബേസിക്കലി ഒരു മർഡർ, റോബറി, റൊമാൻസ് ഒക്കെ ആണെന്നാണ് ഇവർ പോസ്റ്ററിൽ പറയണത്. എന്തായാലും ലോകേഷ് കനകരാജിൻ്റെ കുറച്ച് റോളൊക്കെ ചെറുതായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും മെയിനായിട്ട് ഒരു ലീഡിൽ വരാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഗീതു മോഹൻദാസ് സിനിമ ഉപേക്ഷിച്ചു എന്നൊക്കെ ആൾക്കാർ കുറേ റൂമേഴ്സ് വന്നായിരുന്നു. യാഷ് അങ്ങനെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അതിപ്പോൾ KVM പ്രൊഡക്ഷൻസ് അവർ തന്നെ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ടോക്സിക് എന്ന സിനിമ 2026 മാർച്ച് 19 റിലീസ് ചെയ്യാൻ പോണത്. അപ്പോൾ റൂമേഴ്സൊക്കെ തെറ്റാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്ത 2 OTT അപ്ഡേറ്റ് ആണ്. ആദ്യത്തെ സിനിമ നമ്മുടെ കിസ് എന്ന സിനിമയാണ്. ഈ സിനിമ C5 ഈ മാസം നവംബർ 7 റിലീസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ C5 തന്നെ ഈ മാസം നവംബർ 14 ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്നൊരു സിനിമയും റിലീസ് ചെയ്യുന്നുണ്ട്. മലയാളത്തിലാണ്. അതൊരു ഹൊറർ കോമഡി വെബ് സീരീസാണ്. എന്തായാലും നമുക്ക് ഈ വെബ് സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ മമ്മൂട്ടി കമ്പനിയും രഞ്ജിത്ത് അങ്ങനെ ഒന്നിക്കുകയാണ്. നമ്മുടെ രഞ്ജിത്തിൻ്റെ ഒരു ഷോർട്ട് ഫിഷൻ സിനിമ ഇറങ്ങുകയാണ്. സിനിമയുടെ പേര് ആരോ എന്നാണ്. നമ്മുടെ മഞ്ജു വാര്യർ, ശ്യാം പ്രസാദ് എല്ലാവരും ഉണ്ട്. എന്തായാലും നമുക്ക് ഈ ഷോർട്ട് ഫിഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ കേരളപ്പിറവി പ്രമാണിച്ച് നമ്മുടെ ചത്തപച്ച എന്ന സിനിമയുടെ ഒരു ടീസർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മുടെ തിയേറ്ററിലൊക്കെ റിലീസ് ചെയ്ത സെയിം ടീസർ തന്നെയാണ്. ഒരു കിടിലൻ അന്യായ മേക്കിംഗ് ആണ് സിനിമയുടെ എന്ന് നമുക്ക് ആ ടീസറിലൂടെ തന്നെ വ്യക്തമാക്കാം. എന്തായാലും നമ്മുടെ അരവിന്ദ് അശോകൻ്റെയും ഒരു കൊച്ചിയിൽ നടക്കുന്ന ചെറിയ സംഭവമാണ്. എന്തായാലും നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ഇക്കോ എന്ന സിനിമയെ പറ്റിയാണ്. സിനിമയുടെ ടീസർ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കിടിലൻ വിഷ്വൽസ് ആയാലും മേക്കിംഗ് ആയാലും നമ്മുടെ കിഷ്കിന്ധകണ്ഠത്തിൻ്റെ മേക്കേഴ്സാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം നല്ല കിടിലൻ മേക്കിംഗ് തന്നെയാണ്. ടീസർ നിങ്ങളെല്ലാവരും പോയി കാണാം. നല്ല കിടിലൻ സ്റ്റോറി തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകളും OTT വാർത്തകളും സിനിമ റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.